മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും വാദം പൊളിയുന്നു. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര മന്ത്രാലയം. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതിയിൽ ഒരു സ്കൂൾ പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. പാർലമെന്റിന്റെ ഔദ്യോഗിക രേഖ പുറത്തുവിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. വിവരങ്ങളുമായി വിഷ്ണു കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്ന് കേന്ദ്രം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതിയിൽ ഒരു സ്കൂൾ പോലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അവന്തിക, തീർച്ചയായിട്ടും ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ വേണ്ടി കേരള മുഖ്യമന്ത്രി VD സതീശനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയും മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്ന് പറയുന്നത് മുൻ LDF സർക്കാർ ഈ MOU സൈൻ ചെയ്തു എന്നതാണ്. പക്ഷേ MOU സൈൻ ചെയ്തിട്ടും സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയുടെ ഭാഗമായില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര സർക്കാർ ഇന്നിപ്പോൾ രാജ്യസഭയിൽ നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത്. ആ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയിരിക്കുന്ന മറുപടിയിൽ കൃത്യമായി തന്നെ പറയുന്നത് സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതിയിൽ പൊതുവിദ്യാലയത്തിലെ, അതായത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ ഒരു സ്കൂൾ പോലും PM ശ്രീയുടെ പദ്ധതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. PM ശ്രീ പദ്ധതിയുടെ സ്കൂളുകളുടെ പട്ടികയിൽ സംസ്ഥാന സർക്കാർ സ്കൂളുകളുടെ എണ്ണം 0 എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി രേഖാമൂലം രാജ്യസഭയിൽ നൽകിയിരിക്കുന്ന മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിലവിൽ 47 സ്കൂളുകളാണ് ഈ PM ശ്രീ പദ്ധതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്, PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. പക്ഷേ ഈ 47 സ്കൂളുകളും അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള 47 സ്കൂളുകൾ, KVS ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള 47 സ്കൂളുകൾ മാത്രമാണ് PM ശ്രീ പദ്ധതിയിൽ ചേർന്നിട്ടുള്ളത്, തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു സർക്കാർ സ്കൂൾ പോലും PM ശ്രീ പദ്ധതിയുടെ ഭാഗമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയിരിക്കുന്ന മറുപടിയിൽ പറയുന്നത് ധാരണാപത്രം ഒപ്പുവെച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതായത് കേരളവും കേന്ദ്രവും ധാരണാപത്രം ഒപ്പുവെച്ചെങ്കിലും തുടർ നടപടിയായിട്ടുള്ള ചലഞ്ച് മോഡ് തെരഞ്ഞെടുപ്പ്, അതായത് ഈ സ്കൂളുകളെ തെരഞ്ഞെടുക്കാനുള്ള പ്രക്രിയയാണ് ചലഞ്ച് മോഡ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ ചലഞ്ച് മോഡ് തെരഞ്ഞെടുപ്പിൽ അന്നത്തെ LDF സർക്കാർ പങ്കെടുത്തിട്ടില്ലെന്നും ഒരു സ്കൂളിനെ പോലും തെരഞ്ഞെടുത്ത് നൽകിയിട്ടില്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര പദ്ധതി നടപ്പിലാക്കി എന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ ഇപ്പോഴും അവകാശവാദം ഉന്നയിക്കുമ്പോഴും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി ഒരു ഫണ്ട് പോലും ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. PM ശ്രീ നടപ്പാക്കാത്ത നിലവിൽ 2 സംസ്ഥാനങ്ങളാണ്. അതായത് കേരളം നേരത്തെ MOUയിൽ ഒപ്പുവെച്ചിരുന്നു, പക്ഷേ MOU ഒപ്പുവെച്ചതിന്റെ അതിനപ്പുറത്തേക്ക് PM ശ്രീ പദ്ധതി കേരളം നടപ്പിലാക്കിയിട്ടില്ല. തമിഴ്നാടും ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടില്ല. പക്ഷേ ഈ 2 സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിന് നിലവിൽ സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഫണ്ട് അനുവദിക്കേണ്ടി വന്നിട്ടുണ്ട്. അതും PM ശ്രീയുടെ പദ്ധതിയുടെ ഭാഗത്തിൽ അല്ലെങ്കിൽ PM ശ്രീയിൽ ചേരാത്തത് കൊണ്ട് സംസ്ഥാന സർക്കാരിന് നേരത്തെ വലിയ തോതിൽ ഫണ്ട് തടഞ്ഞു വെച്ചിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് RTEയുടെ ഭാഗമായി, അതായത് രാജ്യത്ത് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ അവകാശത്തിന്റെ ഭാഗമായി കൊണ്ട് സംസ്ഥാന സർക്കാരിന് ആ വിദ്യാഭ്യാസ അവകാശത്തിൽ ഓരോ വിദ്യാർത്ഥിക്കും നിശ്ചിത വിഹിതം കേന്ദ്ര സർക്കാരിന് നൽകേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന് പണം തടഞ്ഞു വെക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത്തരത്തിൽ RTEയുടെ ഭാഗമായി കേരളത്തിനും തമിഴ്നാടിനും തുക അനുവദിച്ചിട്ടുണ്ട് എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു തുക പോലും സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടില്ല. സമഗ്ര ശിക്ഷ പദ്ധതിയുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ വിഹിതമായിട്ടുള്ള 99.27 കോടി രൂപ മാത്രമാണ് കേരളത്തിന് 2025-2026 സാമ്പത്തിക വർഷത്തിൽ നൽകിയിട്ടുള്ളത് എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് MP ആയിട്ടുള്ള രാജ്യസഭ അംഗമായിട്ടുള്ള ജെപി മേത്ര ആണ് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇന്ന്
രാജ്യസഭയിൽ ഉന്നയിച്ചത്. അതിന് രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടിയിലാണ് സംസ്ഥാനത്തെ കേരളത്തിലെ മുൻ LDF സർക്കാർ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്കൂളുകൾ പോലും അല്ലെങ്കിൽ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടില്ല എന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു മറുപടി പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി VD സതീശനും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീനും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ആവർത്തിച്ചു പറയുന്ന കേരളം PM ശ്രീ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് ഇവർ ആവർത്തിച്ചു പറയുന്ന വാദമാണ് കേന്ദ്ര സർക്കാർ മറുപടിയോടുകൂടി പൊളിഞ്ഞിരിക്കുന്നത്. അവന്തിക, അതായത് വിഷ്ണു, ഈ ധാരണാപത്രത്തിൽ കേരളം ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഈ സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ കേരളം പങ്കെടുത്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഒരു സ്കൂളുകളും ഈ PM ശ്രീയിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ഇപ്പോൾ ഈ മുഖ്യമന്ത്രി അടക്കം പറയുന്നത് PM ശ്രീയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ ഈ പുറത്തു വരുന്ന തെളിവുകളെല്ലാം മുഖ്യമന്ത്രിയുടെ വാദങ്ങളൊക്കെ കള്ളങ്ങളാണെന്ന് തെളിയിക്കുന്നതല്ലേ? അവന്തിക, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ കേന്ദ്ര സർക്കാർ രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടിയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, കേരളത്തിലെ ഒരു സർക്കാർ സ്കൂൾ പോലും പൊതുവിദ്യാലയം പോലും PM ശ്രീ പദ്ധതിയുടെ ഭാഗമല്ല, PM ശ്രീ പദ്ധതിയിൽ ചേർന്നിട്ടില്ല എന്നതാണ്. അതായത് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന മറുപടിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന സ്കൂളുകളും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന സ്കൂളുകളും പ്രത്യേകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കേരളത്തിന്റെ കണക്കെടുക്കുമ്പോൾ കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്ന ഒരു വിദ്യാലയം പോലും ചേർന്നിട്ടില്ല. ആ കോളം 0 എന്ന് തന്നെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തെ കോളമാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന, അതായത് കേന്ദ്രീയ KVS ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന വിദ്യാലയങ്ങൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയുടെ ഭാഗം എത്ര സ്കൂളുകൾ ഭാഗമായി എന്ന് രണ്ടാമത്തെ കോളത്തിലാണ് കാണിക്കുന്നത്. അത്തരത്തിൽ കേരളത്തിൽ നിന്ന് 47 സ്കൂളുകൾ, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള 47 സ്കൂളുകൾ മാത്രമാണ് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു വിദ്യാലയം പോലും PM ശ്രീയുടെ ഭാഗമായിട്ടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടിയിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ PM ശ്രീ പദ്ധതിയുമായി 1 രൂപ പോലും സംസ്ഥാനത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ വലിയ തരത്തിലുള്ള നിയമ പോരാട്ടമടക്കം നേരത്തെ മുൻ LDF സർക്കാർ നടത്തിയത് സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട തുക തടഞ്ഞു വെക്കുന്നത് സംബന്ധിച്ചായിരുന്നു. പ്രത്യേകിച്ച് PM ശ്രീയിൽ ഭാഗമാകാത്തത് കൊണ്ട് സംസ്ഥാനത്തിന് സ്വാഭാവികമായി ലഭിക്കേണ്ട സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ട് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് തടഞ്ഞു വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതാണ് ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. കാരണം തമിഴ്നാട് ഇത്തരത്തിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടില്ല. കേരളം MOUയിൽ സൈൻ വെച്ചെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോയിട്ടില്ല. തമിഴ്നാടിന് ഇത്തരത്തിൽ സമഗ്ര ശിക്ഷ പദ്ധതിയുടെ ഭാഗമായി റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന് വിവരങ്ങൾ നൽകിയത്.